ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഒരു അരിക്കൂണിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ആദ്യം അരിക്കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ഇതിൻ്റെ മണലൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചുടുവെള്ളം എടുത്ത് കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിടുകയാണ്. ഇത് മുറിച്ചിടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ മണലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്താൽ വെള്ളത്തിൻ്റെ അടിയിൽ മണലൊക്കെ ഊറി വരും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ മണൽ കടിക്കും. അപ്പം നമുക്ക് കൂണ് കുറച്ച് മാത്രമുള്ള കിട്ടിയിട്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവാൻ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ചേർത്തൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അരിക്കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്.